ബ്രിട്ടനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കാൻ, കൈകൊണ്ട് നൂൽ നൂൽക്കുന്ന ഖാദി മാത്രം ധരിക്കാൻ മഹാത്മാഗാന്ധി ഇന്ത്യക്കാരെ പ്രേരിപ്പിച്ച സ്വാതന്ത്ര്യ സമര കാലത്ത് ആരംഭിച്ചതാണ് ഇന്ത്യയിലെ വസ്ത്രധാരണവും ഐഡന്റിറ്റിയും. വെള്ള ഖാദി മുണ്ടും ഷർട്ടും രാഷ്ട്രീയ നേതാക്കളുടെ യൂണിഫോമായിട്ട് പതിറ്റാണ്ടുകൾ പിന്നിടുന്നു. കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകരുടെ വേഷം വെള്ള ഷർട്ടും മുണ്ടുമാണെങ്കിൽ നോർത്ത് ഇന്ത്യൻ നേതാക്കളുടെ വസ്ത്രം വെള്ള കുർത്തയും പാൻസുമാണ്. എന്നാൽ ഒരു രാഷ്ട്രീയക്കാരന് സമൂഹം കൽപ്പിച്ചു കൊടുത്ത വേഷവിധാനങ്ങൾ രാഹുൽ ഗാന്ധി ഉപേക്ഷിച്ചിട്ട് കുറച്ചായി. വെള്ള ടീഷർട്ടും പാന്റും കാൻവാസ് ഷൂസും ധരിച്ചാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി പ്രതിപക്ഷ നേതാവ് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നത്. യു പിയിൽ നിന്ന് ലോക്സഭയിലേക്ക് വന്ന ഒരു നോർത്ത് ഇന്ത്യൻ നേതാവ് ധരിക്കുന്ന വസ്ത്രങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ് രാഹുലിന്റെ വേഷവിധാനം. ഇതിന് നിരവധി കാരണങ്ങൾ ബിജെപിയും സോഷ്യൽ മീഡിയയും കണ്ടെത്തിയിരുന്നു. രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയത്തിൽ മാറ്റം വന്നിട്ടുണ്ടെന്നും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ പുതിയ തന്ത്രത്തിന്റെ ഭാഗമാണെന്നും മുൻ കേന്ദ്രമന്ത്രിയും അമേഠിയിലെ എംപിയുമായ സ്മൃതി ഇറാനി പറഞ്ഞിരുന്നു. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ടാണ് പരമ്പരാഗത വസ്ത്രം ധരിക്കാത്തത്? രാഹുൽ ഗാന്ധിയുടെ വസ്ത്ര രീതി കൊണ്ട് എന്താണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നത്? സാധാരണക്കാരനെ പ്രതിനിധാനം ചെയ്യുന്ന ശക്തമായ ചോദ്യങ്ങൾ, ആവശ്യങ്ങൾ ഉയർത്തുന്ന യുവത്വത്തിന്റെ പ്രതീകമായാണ് പലരും രാഹുലിന്റെ വസ്ത്രധാരണത്തെ കാണുന്നത്. മോദി ഉൾപ്പെടെയുള്ള നേതാക്കൾ കോടികളുടെ വസ്ത്രങ്ങളിൽ അണിഞ്ഞൊരുങ്ങി ലുക്ക് ശ്രദ്ധിക്കുമ്പോൾ, പോസ്റ്റ് ലുക്ക് ഉപേക്ഷിച്ച് രാഹുൽ കാഷ്വൽ വസ്ത്രങ്ങളിൽ ഒതുങ്ങുമ്പോൾ സാധാരണക്കാർക്ക് സമീപിക്കാവുന്ന ഒരു നേതാവായി അംഗീകരിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ചെരുപ്പ് കുത്തികൾ, ബാർബർമാർ, ഡ്രൈവർമാർ തുടങ്ങിയ ഭൂരിപക്ഷവുമായി ഇടപെടുമ്പോൾ അതിൽ അതിർവരമ്പുകൾ കൽപ്പിക്കപ്പെടുന്നില്ല. ഒപ്പം ഒരു സ്വീകാര്യ മനോഭാവവും ജനങ്ങൾക്കുള്ളിൽ ഉണ്ടാകും. യുവാക്കൾക്ക് ഏറ്റവും സ്വീകാര്യമായ വസ്ത്രമാണ് ടീഷർട്ടുകൾ. അതുകൊണ്ട് തന്നെ അവരുമായി കൂടുതൽ അടുത്തു നിൽക്കാനും ഭാരത് ജോഡോ പോലുള്ള യാത്രകളിൽ പങ്കെടുക്കുമ്പോൾ വ്യത്യസ്തനായി നിലനിന്ന് യുവതയെ ഒപ്പം നിർത്താനും രാഹുലിന്റെ വസ്ത്രധാരണത്തിന് സ്വാഭാവികമായി കഴിയും. പരമ്പരാഗത രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മാർഷൽ ആർട്സ്, ഇൻസ്റ്റഗ്രാം വീഡിയോ തുടങ്ങിയ പുതു രാഷ്ട്രീയ പരീക്ഷിക്കുന്ന രാഹുൽ വേറിട്ട് നിൽക്കുന്ന നേതാവാണ്. ഊഹാപോഹങ്ങൾ ഇങ്ങനെ തുടരുമ്പോൾ വെള്ള ടീഷർട്ട് മാത്രം ധരിക്കുന്നതിന്റെ കാരണം സുതാര്യതയും സിംപ്ലിസിറ്റിയും എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകാൻ വിമുഖത പ്രകടിപ്പിച്ച രാഹുൽ ഗാന്ധി ഇന്ന് എത്തി നിൽക്കുന്നത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായാണ്. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ തകർപ്പൻ പ്രകടനത്തിലൂടെ രാഹുലും പ്രിയങ്കയും രാഷ്ട്രീയത്തിൽ ശ്രദ്ധാകേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണ്. മത്സരിച്ച 2 മണ്ഡലങ്ങളിലും വൻ ഭൂരിപക്ഷത്തോടെയാണ് രാഹുൽ വിജയിച്ചത്. വയനാട് മണ്ഡലം ഒഴിഞ്ഞാണ് രാഹുൽ റായ്ബറേലി നിലനിർത്തിയത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോകൾ ഉടനടി ലഭ്യമാകുന്നതിന് സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാനും മറക്കരുത്.